കരാറിനെതിരെ സമരം ചെയ്തപ്പോൾ പറഞ്ഞു കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്കും മലയാളികൾക്കും ചാളയും അയലയും ഇനി ഇറക്കുമതി ചെയ്യേണ്ടി വരും, കേരളത്തിൽ കിട്ടില്ല എന്നൊക്കെ. ഗാഡ് കരാർ വന്നപ്പോൾ അതിനേക്കാൾ വലിയ കളവ് പറഞ്ഞ് പുസ്തകം എഴുതി. ലോകബാങ്കിനെതിരെ സമരം ചെയ്ത് പിന്നെ അധികാരത്തിൽ വന്നപ്പോൾ ലോകബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം നടത്തുമ്പോൾ തന്നെ വലിയ നേതാക്കളുടെ മക്കൾ കേരളത്തിന് പുറത്തു പഠിച്ചു. നെടുമ്പാശ്ശേരി എയർപോർട്ടിനെതിരെ സമരം ചെയ്തു, എക്സ്പ്രസ് വേക്കെതിരെ സമരം ചെയ്തു, അമേരിക്കക്കെതിരെ പ്രസംഗിച്ചു, മക്കളെ അമേരിക്കയിൽ വിട്ട് പഠിപ്പിച്ചു, അവിടെ ചികിത്സ തേടിപ്പോയി. ഇപ്പോൾ ഇതാ വിഴിഞ്ഞം തുറമുഖം പദ്ധതി കരാർ 5000 കോടിയുടെ അഴിമതിയാണ് എന്ന് പ്രചാരണം നടത്തി. അദാനി AKG സെന്ററിൽ വന്നതോടെ എല്ലാം കോംപ്രമൈസായി. ഇത്രയും ആത്മവഞ്ചന നടത്തി ജീവിക്കുന്ന വേറെ ഏത് പാർട്ടിയാണുള്ളത്? നമ്മൾ ചെയ്യേണ്ടത് ആഴ്ചയിൽ 5 ദിവസം വഴിനീളെ സമരം ചെയ്യണം, ഒരു ദിവസം പണിക്ക് പോകണം, ഒരു ദിവസം റെസ്റ്റ് എടുക്കണം. എന്തെങ്കിലും ചെയ്യാൻ പുറപ്പെട്ടാൽ അവനെ ഒന്നിനും കൊള്ളാത്തവർ കുറ്റം പറയും.